കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്നൊന്ന് പ്രദർശനം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കും കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം നിത്യേന തന്നെയാണ്, എന്നാലും കുറച്ചും കൂടി ചില ദിവസങ്ങൾ പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കി വരുമ്പോൾ ഇന്ന് വളരെ രസമായിട്ടുള്ളൊരു ഉണ്ണി കേട്ടോ. കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ഇരിക്കുകയാണ്. ഇരിക്കുകയെന്ന് വെച്ചാൽ ഒരു കാലിങ്ങനെ താഴത്ത് വെച്ച് അതിൻ്റെ മേലെ കാല് കയറ്റി വെച്ച് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പക്ഷേ പട്ടുകോണക അടുത്തിട്ടുള്ളൂ. വലിയ ആളൊന്നും ആയിട്ടില്ല, എന്നാലും വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇരുത്താണ്. ഞാൻ വലിയ ആളായി, ഏട്ടനെ പോലെയൊക്കെ ആയി എന്ന് പറഞ്ഞിട്ട്, ഏട്ടനെ പോലെ അച്ഛനെ പോലെയൊക്കെ ആയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മോട് പറയുകയാണ്. എന്നിട്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നല്ല തടിച്ചു വരേണ്ട ഒരു ഉണ്ണി കാണാനാണ്. അപ്പോൾ കാൽത്തളകൾ കാണാണ്ട്, അതേപോലെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്, കുമ്പയൊക്കെ നല്ല വീർത്തിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു മാങ്ങാമാല, നല്ല വലിയ മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, പിന്നെ അങ്ങനെ ലോക്കറ്റ് പോലത്തെ ഒരു മാല, ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോഴോ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണുരുളയാണ്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും ഉണ്ട്. വെറുതെ അല്ല, ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക. പിന്നെ ആണെങ്കിലോ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. പീലിത്തിരുമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാല 3 തിരുമുടിമാല ഉണ്ട്. അത് തെച്ചിയും തുളസിയും ആയിട്ടുള്ള ഒന്നും, പിന്നെ വെളുത്ത പൂവ്, തെച്ചി, തുളസി, അങ്ങനെ 2-3 ഉണ്ട്. പിന്നെ ഉണ്ടമാല 2 ഉണ്ടമാലയാണ്. ഒന്ന് തെച്ചിയും തുളസിയും താമരയായിട്ടുള്ളതാണ്. അതേപോലെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും, അങ്ങനെ 2 ഉണ്ടമാലയും 3 തിരുമുടിമാലയും ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട് നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച. കുമ്പയൊക്കെ നന്നായിട്ട് വീർത്തിട്ട് ഇരിക്കുകയാണ്. നല്ല ഉച്ചപൂജയൊക്കെ കഴിഞ്ഞിട്ടേ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുക. അപ്പോൾ വളരെ പുഞ്ചിരിച്ചും കൊണ്ടായിരിക്കണത്, ഭക്തരെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരും ആ സ്ഥലത്താണ്, ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാനെ കാണുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് മനസ്സ് അവിടെ എത്തുക, ആ പാതാരംഗ വിന്ദങ്ങളിൽ സമർപ്പിക്കുക. അപ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും, അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും, അതേപോലെ ചെറിയ ആലിലക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വന്ന് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് അങ്ങനെ വന്ന് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം, കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴാം. ശ്രീകൃഷ്ണനെയും കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ തൊഴുത് പിന്നീട് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ്റെ രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും അതേപോലെ കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും മേൽപ്പത്തൂരിനി നാരദരെയും വസുദേവരെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വരാം. എന്നിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോയി അമ്മയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാലൊന്ന് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നീട് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അങ്ങനെ അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. അതിനുശേഷം ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനിയിപ്പോൾ വൈശാഖ മാസം ആവാറായി, 18-ാം തീയതിയാണ്. നമ്മളതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണുക. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി അവരവരുടെ കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങൾ ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഹരേ ഗുരുവായൂരപ്പ.